മക്കായിലെ മുശ്രിക്കുകളും ജൂതന്മാരൊക്കെ ചോദിച്ചിട്ടുണ്ട്, അള്ളാഹിന്റെ ദീൻ പഠിപ്പിക്കാൻ മലക്കുകളെ വിട്ടുകൂടായിരുന്നില്ലേ? അതിന് അള്ളാഹ് പറഞ്ഞ മറുപടി, വലൗ ജഅൽനാഹു മലക്കൻ ലഖുളിയൽ അംറു. അള്ളാഹ് എങ്ങാനും ദീൻ പഠിപ്പിക്കാൻ മലക്കുകളെയാണ് വിട്ടതെങ്കിൽ കഥ കഴിഞ്ഞാന്. താൽക്കാലികമായിട്ടെങ്കിലും ആ മലക്കിനെ ഒരു പുരുഷനാക്കണം. മലക്കിനെ മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയൂല, മലക്കുകളെ മനുഷ്യന് കാണാൻ കഴിയില്ല, പേടിയായി പോവും, സഹിക്കാൻ കഴിയില്ല, ഉൾക്കൊള്ളാൻ കഴിയില്ല. ആ മലക്ക് പഠിപ്പിച്ചു തരുന്ന ദീൻ ഉൾക്കൊള്ളാൻ മനുഷ്യരും മലക്കും തമ്മിൽ യോജിക്കൂല. മാത്രമല്ല, മലക്കിന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് മലക്ക് തിരിച്ചു പോയാൽ ആരാണ് ഈ ദീൻ പഠിപ്പിച്ചു തന്നത്? ഒരു അഡ്രസ്സും ഇല്ല. ആകെ മനുഷ്യൻ കൺഫ്യൂഷൻ ആയി പോകും. അള്ളാഹു പറയും, അപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു? മനുഷ്യന്മാർക്ക് ദീൻ പഠിപ്പിക്കാൻ മനുഷ്യന്മാരെ കൂട്ടത്തിൽ നിന്ന് തന്നെ ആവട്ടെ എന്ന് അള്ളാഹു തീരുമാനിച്ചു. മനുഷ്യരിൽ നിന്ന് അള്ളാഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചത് അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅത ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി. മനുഷ്യന്മാരിൽ നിന്ന് അള്ളാഹു തആല അമ്പിയാക്കന്മാരെ തെരഞ്ഞെടുത്തത് അള്ളാഹ് ചെയ്ത അനുഗ്രഹമാണ്. അല്ലാതെ മനുഷ്യന്മാരിൽ നിന്നായതുകൊണ്ട് സാധാരണ മനുഷ്യന്മാരെന്നെയാണ് അമ്പിയാക്കന്മാർ ഒരിക്കലും ധരിച്ചു പോകരുത്. അങ്ങനെ വിശ്വസിച്ചാൽ അത് നമ്മുടെ ഈമാനിന് കേടുപറ്റും.